പ്രൈസ് ലോർഡ്. വേഗം പ്രദേശനാമത്തിലെ സ്നേഹം നിർത്തി എല്ലാ ദൈവക്കും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവക്കുമാർ ഷെയർ ചെയ്യാൻ എന്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തന്ന ഒരു ചിന്ത. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയം നിറഞ്ഞുള്ള പ്രാർത്ഥന കർത്താവ് തീർച്ചയായിട്ടും കേട്ട് നമ്മുടെ വിഷയത്തിന്മേൽ കർത്താവ് മറുപടി തന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സങ്കീർത്തനം 126:5 പറയുന്നുണ്ട്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്നല്ലേ. വചനം ഒരിക്കലും അത് ഫോഷ്കല്ല, അത് സത്യമായ കാര്യമാണല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കുകയും ദൈവം പലപ്പോഴും നമ്മളെ പിടിച്ചു നിർത്തുകയും ഉറപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന തിരുവചനങ്ങൾ നമ്മൾ പലപ്പോഴും കാണുകയും കേൾക്കുകയും വായിക്കുകയും അല്ലെ, നമ്മുടെ ജീവിതത്തിൽ അത് സാക്ഷ്യമായിട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. ഈ ദിവസങ്ങളിൽ ഏത് വിഷയത്തിന്മേലാണോ നീ കണ്ണുനീരോടെ കരയുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തിന്മേൽ കർത്താവിന്റെ കരം ഇറങ്ങി നമ്മളെ മാനിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ നിന്റെ കണ്ണുനീര് അല്ലെ, എന്റെ ആയാലും നിങ്ങളുടെ ആയാലും കണ്ണുനീര് ഒരു മനുഷ്യൻ കണ്ടില്ല എന്ന് വരും. ഒരുപക്ഷെ നമ്മൾ 4 ചുവരിനകത്ത് നിന്നായിരിക്കാം ദൈവസന്നിധിയിൽ കരയുന്നത്. ആ നമ്മുടെ കണ്ണുനീര് പോലും, ഒരു തുള്ളി കണ്ണുനീര് പോലും വൃഥാവാകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ആ ഓരോ തുള്ളി കണ്ണുനീരിന് മറുപടി തന്ന് നമ്മളെ മാനിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ ഒരു കാരണവശാലും നമ്മൾ പുറകോട്ട് പോകാതെ, ദൈവത്തെ തള്ളിപ്പറയാതെ, ദൈവസന്നിധിയിലേക്ക് ഏറ്റവും അടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിന്മേലും കർത്താവ് മറുപടി തന്ന് അനുഗ്രഹിച്ച് മാനിക്കുക തന്നെ ചെയ്യും. ഏത് സമയത്തും പ്രാർത്ഥിക്കുമ്പോഴും ഈ ഒരു വാക്യം മാത്രം, ഈ ഒരു വചനം മാത്രം ഉരുവിട്ട് പ്രാർത്ഥിക്കുക. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും എന്നുള്ളൊരു വിശ്വാസം എന്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആർപ്പോടെ കൊയ്യുക തന്നെ ചെയ്യും. അതിനായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ സന്നിധി നമ്മളായിരിക്കുന്നതെങ്കിൽ കർത്താവ് നമ്മളെ മാനിച്ച് അനുഗ്രഹിച്ച് വാഗ്ദത്തങ്ങൾ നമ്മൾ കലയുന്ന വിഷയത്തിന്മേൽ കർത്താവ് മറുപടികളെ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ തന്ന് മാനിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈ ഒരു ചെറിയ ഷോട്ട് എല്ലാവരുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ ചിന്തയിൽ നിന്ന് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.